മണിയാർ പദ്ധതിയിൽ സർക്കാർ വകുപ്പുകളിൽ ഭിന്നത. കരാർ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വ്യവസായ വകുപ്പാണ് കരാർ നീട്ടണം എന്നാവശ്യപ്പെടുന്നത്. പദ്ധതി സർക്കാർ തിരിച്ചെടുക്കണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്നും മന്ത്രി പറഞ്ഞു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ചട്ടവിരുദ്ധമായാണ് കരാർ നീട്ടിക്കൊടുക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾക്കിടെയാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതുതന്നെയാണ് ഈ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുന്നേക്ക് പുറത്തു വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കരാർ നീട്ടുന്നതിനോട് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് എതിർപ്പാണ്. അത് അദ്ദേഹം നേരത്തെ തന്നെ പ്രത്യമാക്കിയതാണ്. അദ്ദേഹം ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ കരാർ നീട്ടി നൽകണമെന്ന നിലപാടാണ് വ്യവസായ മന്ത്രി പി രാജീവ് ആരോപിച്ചത്. അത് വ്യവസായവൽക്കരണത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ വ്യവസായം നിലനിൽക്കാൻ പദ്ധതി സ്വകാര്യ കമ്പനിയുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന നിലപാടാണ് വ്യവസായ വകുപ്പ് തീരുമാനിച്ചത്. ഈ ഘട്ടത്തിൽ സർക്കാർ കാലാവധി നീട്ടിക്കൊടുത്ത ആ പദ്ധതിയുടെ നടത്തിപ്പുകാരായ കാർബോറണ്ടം യൂണിവേഴ്സൽ കമ്പനി കരാർ ലംഘനം നടത്തിയെന്ന ആരോപണവും ശക്തമായിരുന്നു. 1991 ഇത്തരത്തിൽ ഒരു കരാർ ബ്യൂട്ടി വ്യവസ്ഥയുടെ കരാർ ഒപ്പിട്ടത്. 2021 സമയത്ത് തന്നെ ഈ കരാർ ലംഘനം നടന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഉയർന്നിരുന്നു. അത് വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മുന്നോട്ടേക്ക് വെക്കുന്നതുകൊണ്ട് ഈ സമയത്താണ് ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിയമവിദഗ്ധരുമായിട്ട് കൂടിയാലോചന നടത്താൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും കരാർ നീട്ടുന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വ്യവസായ വകുപ്പും വൈദ്യുതി വകുപ്പും തമ്മിലുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കെ ഏത് രീതിയിലായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയത്തെ പരിഗണിക്കുക എന്നത് ശ്രദ്ധേയമാണ്. ഈ വിവിധ വിദഗ്ധരുമായിട്ട് നടത്തുന്ന കൂടിയാലോചനകളിൽ ഏത് വകുപ്പിന് അനുകൂലമായി തീരുമാനം എടുത്തു കഴിഞ്ഞാലും മറുവകുപ്പ് ഇതിനെതിരെ രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം രണ്ട് മന്ത്രിമാരും പി രാജീവും കെ കൃഷ്ണൻകുട്ടിയുമാണ് തങ്ങളുടെ നിലപാടുകൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. കരാർ നീട്ടിക്കൊടുക്കാൻ വേണ്ടി പാടില്ല, അത് KSEBക്ക് തന്നെ കിട്ടുന്ന നിലപാടിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കണമെന്ന ആവശ്യം കൃഷ്ണൻകുട്ടി ആവർത്തിക്കുമ്പോൾ വ്യവസായം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇത്തരത്തിൽ അത് നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമാണ് മുന്നിലുള്ളത് എന്ന വാദം പി രാജീവ് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിലുള്ളത്. ശരി ഗോകുൽ, പദ്ധതി സർക്കാർ തിരിച്ചെടുക്കണം എന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. KSEBിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല. അത് ഇതെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് പൊതുവായിട്ട് വ്യവസായങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ എന്ത് ചെയ്യണം അതെല്ലാം കൂടി നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അല്ലെ വൈദ്യുതി വകുപ്പിന്റെ നിലപാട് പറഞ്ഞല്ലോ, കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ആ വൈദ്യുതി വകുപ്പ് പറഞ്ഞു ഗവൺമെന്റ് ഈ വ്യവസായങ്ങളിലൂടെ വരണമെങ്കിൽ എന്തൊക്കെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം നൽകണം എന്നുള്ളതൊരു ധാരണയില്ല. രണ്ടും കൂടി ആലോചിച്ച ശേഷം പൊതുവേ ഒരു നല്ല തീരുമാനം ഉണ്ടാവും.